ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാബ്ലോ ഗെയിമിംഗ് അഥവാ പാബ്ലോ FF. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ അല്ലെങ്കിൽ തംബ്നെയിലിൽ കണ്ട പോലെ പാബ്ലോ 10 ലക്ഷം രൂപയ്ക്ക് PC ബിൽഡ് ചെയ്യാൻ പോകണോ, അല്ലെങ്കിൽ പാബ്ലോ PC ബിൽഡ് ചെയ്ത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ പാബ്ലോ PC ബിൽഡ് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ സംശയിക്കുന്ന പോലെ പാബ്ലോക്ക് ക്ലിക്ക് ബൈറ്റ് വെച്ചിട്ട് നിങ്ങളെല്ലാവരും പറ്റിക്കുവാണോ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാനത്. നമ്മൾ ഒരാഴ്ചയിൽ 2 വീഡിയോസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് മോണ്ടേജ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പഴയതുപോലുള്ള ഗെയിമിംഗ് സ്കിൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഗെയിമിൽ കയറിയിട്ട് നമ്മൾ ഒരാളിനെ അടിച്ചു കൊല്ലുന്നതിൻ്റെ ഭാഗ്യം എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ പുതിയ ക്ലാഷ് കോഡ് സീസണും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാൽ ക്ലാഷ് കോഡ് കളിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈവൻറ്റും കാര്യങ്ങളൊക്കെ കറക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവൻറ്റ് വീഡിയോസും കറക്കാൻ പറ്റുന്നില്ല. അപ്പം എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്, ഫ്രീ ഫയറിൽ എന്താണ് പുതിയതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്, അല്ലെങ്കിൽ പാബ്ലോ എന്തൊക്കെ ഗെയിമാണ് ഇപ്പോൾ കളിക്കുന്നത്, അല്ലെങ്കിൽ പാബ്ലോൻ്റെ കളക്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ PC ബിൽഡ് ചെയ്യുന്നുണ്ട് ഗൈസ്, ക്ലിക്ക് ബൈറ്റ് ഒന്നുമല്ല. നമ്മളൊരു PC ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. PC എന്തായാലും നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമാകും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ലാപ്ടോപ്പ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ, നമുക്ക് ലോ ബഡ്ജറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഈവൻറ്റ് നമുക്ക് ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു. ദീപാവലി ഈവൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റ് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഇമോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പിന്നെ തുച്ഛമായ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു കണ്ടൻറ്റിന് വേണ്ടി അങ്ങ് എടുത്തതാണ്. അപ്പം എന്താ പറയുക, അത് നമുക്ക് ലക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അക്കൗണ്ടാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കറക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ നമുക്കൊരു കാര്യവും നമുക്ക് ലക്കിൻ്റെ രീതിയിൽ കിട്ടിയിട്ടില്ല. ഇനി അടുത്ത വീഡിയോ വരുന്നതും നമ്മളൊരു യൂണിവേഴ്സൽ റിംഗ് ഇവൻറ്റ് കറക്കുന്നതാണ്. ഒരു 1000 ഡയമണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു മന്ത്ലി മെമ്പർഷിപ്പ് എടുത്തിട്ട് 1000 ഡയമണ്ട് കിട്ടുമല്ലോ. 1000 ഡയമണ്ടിൽ നമ്മൾ കറക്കുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു റിംഗ് ഇവൻ്റാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ ക്ലാഷ് കോഡ് സീസണും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് മാസ്റ്റേഴ്സ് അടിച്ചു എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഹാക്കേഴ്സ് വരുന്നുണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ അത്യാവശ്യം കുറച്ച് സ്ട്രീമേഴ്സിൻ്റെ സ്ട്രീം ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ കണ്ടപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഹാക്കേഴ്സിൻ്റെ ലൈവ് സ്ട്രീമിലാണ് ഏകദേശം ഒരു 2K അടുത്ത് വാച്ചിങ് ഉണ്ടായിരുന്നു. അവരുടെ ടീം കോഡിൽ കയറി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല നല്ല പ്ലേയേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതേപോലെ ഹിന്ദി കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എല്ലാ കമ്മ്യൂണിറ്റിയിലും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നല്ല പ്ലേയേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും ഒരു ഹാക്കേഴ്സിനെ അല്ലെങ്കിൽ പാനൽ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കുക. മറക്കാതെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. PC ബിൽഡ് ചെയ്ത് തരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കറണ്ട് ലൊക്കേഷൻ ചെന്നൈയിലാണ്. ഇപ്പോൾ പണ്ടത്തെ പോലൊന്നുമല്ല, വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടുപോയത് കൊണ്ടാവാം. അപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്പിന്നിങ് ഈവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എൻഗേജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ടാവും ഈ പോലെ. പിന്നെ അതേപോലെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ നമ്മൾ ഗീവ് കൊടുക്കുന്നുണ്ടാവും. 5000 സബ്സ്ക്രൈബേഴ്സിന് 10,000. അങ്ങനെ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഗീവ് നമ്മൾ പുറകിൽ വരുന്നുണ്ടാവും. പക്ഷേ എന്നാൽ പോലും നമ്മൾ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാട്ടുമ്പോൾ ചിലപ്പോൾ 100 ഗീവോ അല്ലെങ്കിൽ 100 ഡയമണ്ട് ടോപ്പ് അല്ലെങ്കിൽ ഒരു വീക്ക്ലി മെമ്പർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സ്പിൻ ചെയ്യുന്ന ഇവൻ്റ്. അപ്പോൾ ഞാൻ സ്പിൻ ചെയ്യുന്ന ഇവൻറ്റിൽ നിങ്ങൾക്കും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 ഡയമണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്കും ടോപ്പും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത് പോകുന്നതൊക്കെ. പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ഷോർട്സ് ആവാം, അല്ലെങ്കിൽ ചെറിയ നമ്മൾ ട്രിപ്പിന് പോയ കാര്യങ്ങളൊക്കെ ആവാം. അപ്പം ലൈവ് സ്ട്രീമും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം
സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക.